सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം 69ാമത്തെ ശ്ലോകം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ശ്ലോകം കണ്ടതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഇത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം കുറച്ച് ഗൂഢാർത്ഥമുള്ള ശ്ലോകം കൂടിയാണ്. ശ്ലോകം ഇങ്ങനെയാണ്: യാനിഷാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിഷാ പശ്യതോ മുനേഹേ. സർവഭൂതാനാം, എല്ലാ ജീവികൾക്കും, എല്ലാ ജീവികളിലും, യാ എന്താണോ, നിഷ രാവായിരിക്കുന്നത്, രാത്രിയായിരിക്കുന്നത്, സംയമി ആത്മനിയന്ത്രണമുള്ള വ്യക്തി, മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തി, തസ്യാം ആ അവസ്ഥയിൽ, അതായത് എന്താണോ മറ്റ് ജീവികൾക്ക് രാത്രിയായിരിക്കുന്നത് ആ അവസ്ഥയിൽ, ജാഗർത്തി ഉണർന്നിരിക്കുന്നു. യസ്യാം ഏതൊരു അവസ്ഥയിലാണോ, യസ്യാം എന്ന് പറയുന്നതിൻ്റെ അക്ഷരാർത്ഥം എന്തിലാണോ എന്നാണ്. അവസ്ഥ എന്നുള്ളത് നമ്മളവിടെ ചേർത്ത് വായിക്കണം. യസ്യാം ഏതൊരു അവസ്ഥയിലാണോ, ഭൂതാനി ജാഗ്രതി എല്ലാ ജീവികളും ഉണർന്നിരിക്കുന്നത്, പശ്യതഃ കണ്ടുകൊണ്ട്, അതായത് പരമതത്വത്തിനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിനെ കണ്ടുകൊണ്ട്, ബ്രഹ്മനെ കണ്ടുകൊണ്ട്, പരമേശ്വരനെ കണ്ടുകൊണ്ട്, മുനേഹേ മുനിയുടെ സാ ആ അവസ്ഥ നിഷ രാത്രിയാണ്. എന്താണിതിൽ? ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മൻ, സർവേശ്വരൻ, പരമതത്വം, ഭഗവാൻ എന്നൊക്കെ ഏത് നാമം കൊണ്ട് വിളിച്ചാലും ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിരിക്കുന്ന വ്യക്തിക്ക് അതാണ് യഥാർത്ഥം. അപ്പൊ ആ വ്യക്തി എപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും ഈ ബോധത്തിലാണ് ഉള്ളത്, എല്ലാം ഭഗവാനാണ്, എല്ലാം ഈശ്വരനാണ്, എല്ലാം പരമതത്വമാണെന്ന്. പക്ഷെ ആ ബോധം എല്ലാ ജീവികൾക്കും എന്താണ്? അത് രാവ് പോലെയാണ്. എന്നുവെച്ചാൽ അവരൊരിക്കലും അത് കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. രാത്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഇരുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അറിയാത്ത അവസ്ഥ. ഇരുട്ടിന് നമുക്ക് എന്താ ഉള്ളതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇരുട്ട് എന്ന് പറഞ്ഞാൽ പേടി. ഒരു തെരുവില് ഇരുട്ടാണ്, വിളക്കൊന്നുമില്ലെങ്കിൽ അവിടെ പോകാൻ പേടി. വീടിൻ്റെ തന്നെ ഒരു ഭാഗത്തിൽ ഇരുട്ടാണെങ്കിൽ അവിടെ പ്രേതമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വിചാരിച്ച് പേടി. അപ്പൊ ഇരുട്ട് എന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അന്ധകാരം അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോ എന്താണോ എല്ലാ ജീവികൾക്കും രാത്രി എന്ന് പറയുമ്പോൾ എന്താണോ എല്ലാ ജീവികൾക്കും മനസ്സിലാകാതിരിക്കുന്നത്, അവരുടെ ബോധത്തിന്റെ അപ്പുറമായിരിക്കും. ബോധം എന്ന് വെച്ചാൽ അവരുടെ അറിവിന്റെ, അവരുടെ
തിരിച്ചറിവിൻ്റെ അപ്പുറമായിരിക്കുന്നത്. അതിലാണ് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തി ജീവിക്കുന്നത്. തസ്യാം ജാഗർത്തി സംയമി. മനസ്സിനെ നിയന്ത്രിച്ച എന്ന് പറഞ്ഞാൽ ആത്മീയ സാധന ചെയ്യുന്ന വ്യക്തികളും മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിക്കുന്നതല്ല ഇവിടെ പറയുന്നത്. മനസ്സിനെ നിയന്ത്രിച്ച് അതിൽ വിജയം കണ്ട വ്യക്തിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞ് സമ്പൂർണമായി മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിക്ക് മനസ്സ് ഒരു തടസ്സമല്ല. ആ വ്യക്തിക്ക് മനസ്സ് തടസ്സമല്ല. മനസ്സ് പലതും പറയും. ഒരു ചോദ്യം പലരും ചോദിക്കും, പലരും ചോദിക്കില്ല. എന്താണ് ചോദ്യം? മനസ്സ് നശ്വരമാണ്. അതെ. അപ്പോൾ ഒരു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് മനസ്സ് നശ്വരമാണോ? അതെ. അപ്പൊ ആ വ്യക്തിക്ക് മനസ്സില്ലേ? ഉണ്ട്. അപ്പൊ ആ വ്യക്തിക്ക് മനസ്സ് പ്രവർത്തിക്കുന്നില്ലേ? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താ ആ വ്യക്തി? അതുകൊണ്ടാണ് എങ്ങനെയാണ് ആ വ്യക്തി ജീവിക്കുന്നത്, എങ്ങനെ ആ വ്യക്തിനെ ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ തന്നെ ഈ അധ്യായത്തിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ പറയുന്നു. അപ്പൊ അവിടെ എന്താ പറയുന്നത്? മനസ്സിന്റെ പല അവസ്ഥകളിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തി. അപ്പൊ അവിടെ എന്താണ്? മനസ്സുണ്ട്, മനസ്സിൽ ചിന്തകളുണ്ട്, മനസ്സ് പലതും പറയും. പക്ഷെ ഈ വ്യക്തി അതൊന്നും കേൾക്കില്ല. പൊതുവെ ജീവികൾ എന്ത് ചെയ്യും? മനസ്സ് എന്താണോ പറയുന്നത് അതിനെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ മനസ്സ് പറയുന്നുണ്ട്, അതിനൊന്നും ഈ വ്യക്തി വലിയ കാര്യമാക്കില്ല. അപ്പൊ മനസ്സ് പറയുന്നു. അതുകൊണ്ടാണ് സംയമി എന്ന് പറഞ്ഞാൽ, സംയമി എന്ന് വെച്ചാൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല, നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ മനസ്സിനെ തീരെ കണക്കാക്കുന്നില്ല. മനസ്സുണ്ട്, അതെന്തോ പറയും. ശരീരത്തിനെ കണക്കാക്കുന്നു. ശരീരമുണ്ട്, അതിലെന്തോ രോഗം വരുന്നു, അതിലെന്തോ പ്രശ്നം വരുന്നു, അതിന് ദാഹമെടുക്കുന്നു, വിശപ്പുണ്ടാവുന്നു. അത് ശരീരത്തിൻ്റെ പ്രകൃതി, ശരീരത്തിൻ്റെ സ്വഭാവം. പക്ഷെ ഈ വ്യക്തി എപ്പോഴും, ഈ വ്യക്തിക്ക് തിരിച്ചറിവുണ്ട്, ഞാൻ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ശരീരമുണ്ടെങ്കിലും മനസ്സുണ്ടെങ്കിലും അത് ഈ വ്യക്തിക്ക് ഒരു വിഷയമല്ല, തടസ്സമല്ല. ഈ വ്യക്തിനെ തീരെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മനസ്സും ശരീരവും ഈ വ്യക്തിയെ തീരെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ലോകത്തിനെ കാണുമ്പോൾ ഇത് പരമതത്വം അല്ലെങ്കിൽ ഭഗവാന്റെ വ്യാപനം എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഈ ഭഗവാന്റെ വ്യാപനം എന്ന് പറഞ്ഞാൽ സാധാരണ ജീവികൾക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോ അതവർക്ക് രാത്രിയാണ്. പിന്നെ കുറച്ചും കൂടി പ്രായോഗിക തലത്തിൽ പറഞ്ഞെങ്കിൽ സാധാരണ ജീവികൾക്ക് ശരീരം നശ്വരമാണ്, ശരീരമല്ല ശാശ്വതം, ശരീരമല്ല നിന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ അത് തീരെ മനസ്സിലാക്കണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശരീരം തന്നെയാണ് എല്ലാം. പിന്നെ അതിനേക്കാളും കുറച്ചു ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്ക് മനസ്സാണ് എല്ലാം, മനസ്സാണ്. അപ്പൊ ശരീരം മനസ്സും ഇത് ആർക്കും തന്നെ ഇത് നശ്വരമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് അത് രാത്രിയാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ആത്മീയ കാര്യങ്ങളൊക്കെ പരാമർശിക്കുമ്പോൾ സദസ്സിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖം കണ്ടാലും നമുക്ക് മനസ്സിലാവും അത് അവർക്ക് രാത്രി തന്നെയാണെന്ന്. കാരണം കുറേ ആൾക്കാർ ഉറങ്ങിപ്പോവും, കുറേ ആൾക്കാരുടെ മുഖത്തിൽ ഇരുട്ടായിരിക്കും. കാരണം ഇത് തിരിച്ചറിയുന്നില്ല. ഇതെന്താ പറയുന്നത്? ശരീരമല്ല എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്തും ബ്യൂട്ടി പാർലർ ഇത്ര ചിലവാക്കി. ശരീരമല്ല, മനസ്സല്ല എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ വിഷമം തോന്നുന്നു, സംസാരിച്ചാൽ വിഷമം തോന്നുന്നു, സംസാരിച്ചില്ലെങ്കിൽ വിഷമം തോന്നുന്നു, സംസാരിച്ചാൽ വിഷമം തോന്നുന്നു, ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് വിഷമം തോന്നുന്നു, ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് വിഷമം തോന്നുന്നു, കുറച്ചും കൂടി സംസാരിക്കാമായിരുന്നല്ലോ എന്ന് വിഷമം തോന്നും.
കുറച്ച് സംസാരിക്കുമായിരുന്നല്ലോ എന്ന് വിഷമം തോന്നി. അങ്ങനെ എപ്പോഴും വിഷമം തോന്നിക്കൊണ്ടിരിക്കുക. മനസ്സാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം, മനസ്സാണ് നമ്മുടെ യഥാർത്ഥ രൂപം അല്ല. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതാണ് അന്ധകാരം, അജ്ഞാനം. അതിന്റെ നേരെ തിരിച്ച് എന്താണ് പൊതുവെ സാധാരണ ജീവികൾക്ക് എന്താണ് ജാഗ്രത അവസ്ഥ? അവിടെ അവരെവിടെയാണ് ഉണർന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലാണ് അവർ ഉണർന്നിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലുമാണ് അവര് ഉണർന്നിരിക്കുന്നത്. എന്താണത്? അപ്പോ അജ്ഞാനം അവരുടെ സ്വാഭാവിക സ്വരൂപമാണ്. സ്വാഭാവിക സ്വരൂപം എല്ലാവർക്കും തന്നെ ആത്മാവാണ്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. അവർക്ക് പ്രായോഗിക തലത്തിൽ എന്താണ് സ്വരൂപം? അജ്ഞാനമാണ് സ്വരൂപം. അത് ആരായിരുന്നല്ലോ. അതുകൊണ്ട് പ്രായം കൂടുതലായത് മാറില്ല. ഒരു ആശ്രമത്തിൽ പോയി താമസിക്കാൻ തുടങ്ങിയ മാറില്ല. ആശ്രമത്തിൽ പോയി സേവനം ചെയ്യാൻ തുടങ്ങിയ മാറില്ല. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മാറുള്ളൂ. അതിനെന്താ വഴി? മനസ്സിനെ നിയന്ത്രിക്കുന്നത് തന്നെ വഴി. ഈ ആശ്രമത്തിൽ പോയി താമസിക്കുന്നതും അതുപോലെ തന്നെ ആശ്രമത്തിൽ സേവനം ചെയ്യുന്നതും ഒക്കെ തന്നെ അതിന് സഹായകമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് തിരിച്ചു തന്നെ അറിയണം. എങ്ങനെ തിരിച്ചറിയണം? ആദ്യം ശരീരമല്ല മനസ്സല്ല എന്നുള്ളതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് സാധന ചതുഷ്ട എന്ന് പറയുമ്പോൾ വിവേകം, വൈരാഗ്യം, പിന്നെ ക്ഷമ, ദമ എന്ന് പറഞ്ഞത്. ക്ഷമ എന്ന് വെച്ചാൽ ക്ഷമ, ദമ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത്. ക്ഷമ, ദമ, തിതിക്ഷ. തിതിക്ഷ എല്ലാറ്റിനെയും സഹിക്കുന്നത്. ഉപരമ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റുന്നത്. ശ്രദ്ധ, സമാധാനം. അങ്ങനെ 6 വഴികളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കണം. അവസാനം മനസ്സിൽ സമ്പൂർണമായ ഏകാഗ്രത ഉണ്ടാവും. ആ ഏകാഗ്രത ഉണ്ടാവുമ്പോഴാണ് പിന്നീട് നാം ഈ വിവേക, വൈരാഗ്യം അതിങ്ങനെ പരിശീലിച്ച് വരുന്നുണ്ടല്ലോ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അനാസക്തി. എന്നിട്ടാണ് മുമുക്ഷുത്വം. മോക്ഷത്തിന്റെ ആഗ്രഹമുള്ള വ്യക്തിക്ക് മോക്ഷം കിട്ടും. അതുകൊണ്ട് ഈ സാധാരണ വ്യക്തിക്ക് എന്താണ് സ്വാഭാവികമായി അനുഭവപ്പെടുന്നത്? അത് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ദ്വിതീയാദ്വൈ ഭയം ഭവതി. രണ്ടാമനെ സങ്കല്പിക്കുമ്പോൾ തന്നെയാണ് വൈ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഭയം ഭവതി, ഭയം ഉണ്ടാകുന്നു. ഭയം മാത്രമല്ല, മനസ്സിന്റെ എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നു. ഭയം ഉണ്ടാകുന്നു, ലോഭം ഉണ്ടാകുന്നു, ആസക്തി ഉണ്ടാകുന്നു, ക്രോധമുണ്ടാകുന്നു, കാമമുണ്ടാകുന്നു, എല്ലാം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഞാൻ മറ്റൊന്ന് എന്നുള്ള സങ്കല്പമാണ്. അതായത് ദ്വൈത സങ്കല്പമുള്ളപ്പോൾ, എന്നിൽ നിന്ന് മറ്റൊന്ന് വേർതിരിഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കല്പമുള്ളപ്പോൾ, അതാണ് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള ധാരണ. അത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് രാത്രിയാണ്. അതായത് ആ തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനത്തെ ധാരണ, അങ്ങനത്തെ സങ്കല്പം ജ്ഞാനിക്ക് ഇല്ല. ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികളുടെ അടുത്ത് നരേന്ദ്രനാഥ് ദത്തയോട് ചോദിക്കുന്നു, നിനക്ക് ഈ ലോകം എങ്ങനെ തോന്നുന്നു? നിനക്കിതൊരു സ്വപ്നം പോലെ തോന്നാറുണ്ടോ? പറയുന്നു, അതെ, എനിക്ക് ഇതൊക്കെ എല്ലാം കാണുമ്പോൾ സ്വപ്നം പോലെ തോന്നും. അതായത് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം കാണുന്ന സ്വപ്നം, പകലിൽ ഉറങ്ങിയാലും ചിലപ്പോൾ സ്വപ്നം കാണും. അപ്പൊ സ്വപ്നം, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം, ആ സ്വപ്നത്തിൽ കാണുമ്പോൾ എല്ലാറ്റിനെയും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശ്രമിച്ചു നോക്കാം.
സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടാൽ അതിനെ വീണ്ടും തിരിച്ചു ഒരു പ്രാവശ്യം നോക്കാൻ ശ്രമിച്ചാൽ അതേപോലെ കാണാൻ പറ്റില്ല. ഒരു രൂപത്തിനെയോ ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരേപോലെ 2 പ്രാവശ്യം സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല. അതായത് എന്തൊരു രൂപത്തിനും സ്വപ്നത്തിൽ നൈരന്തര്യം ഉണ്ടാവില്ല, കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. സിനിമകളിലൊക്കെ വലിയ കാര്യമാണ് കണ്ടിന്യൂറ്റി. ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നു, അപ്പം മൈക്ക് ഇവിടെ ഉണ്ടാവുന്നു, അവിടെ ഉണ്ടാവുന്നു, അവിടെ ഉണ്ടാവുന്നു. ചില ആൾക്കാർ ഈ സിനിമനെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അതിൽ പെട്ടെന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊരു വ്യക്തി ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. എല്ലാം അതേപോലെ ഉണ്ടാവണം. ഒരു ഷൂട്ട് സീൻ ചെയ്യുമ്പോൾ കുറേ പ്രാവശ്യം ചെയ്യുന്നുണ്ടാവും, പിന്നെ റീടേക്ക്. അപ്പോൾ അതേപോലെ ഉണ്ടാവണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ 2 ആൾക്കാർ വർത്താനം പറഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ചുമരിൻ്റെ നിറം മാറി, ആളിട്ടിരിക്കുന്ന ഉടുപ്പ് മാറി, അങ്ങനെയൊക്കെ അബദ്ധമാവും. അപ്പോൾ നൈരന്തര്യം ഉണ്ടാവണം, കണ്ടിന്യൂറ്റി. ആ കണ്ടിന്യൂറ്റി സ്വപ്നത്തിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു, നിങ്ങൾ എന്നെ നോക്കുന്നു, ഞാൻ നിങ്ങളെ നോക്കുന്നു. എത്ര സംസാരിച്ചാലും ഒരേപോലെ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. സ്വപ്നത്തിൽ സംസാരിച്ച് നോക്കൂ, കുറച്ചെങ്ങനെ സംസാരിച്ച് പിന്നെ നോക്കി ആ രൂപം കിട്ടില്ല. അപ്പൊ സ്വപ്നവത്ത് ഈ ലോകത്തിനെ നോക്കുന്ന വെച്ചാൽ എല്ലാം നശ്വരമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പൂർണ്ണ തിരിച്ചറിവോടു കൂടി നോക്കുന്നു. അതായത് ഇത് ശാശ്വതമാണെന്നോ ഇതിനൊരു സത്ത, ഇതിനൊരു നിലനിൽപ്പ് ഉണ്ടെന്നോ നിങ്ങൾക്ക് തോന്നില്ല. അതാണ് സ്വപ്നവത്ത്. ഇത് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. സ്വപ്നവത്, സ്വപ്നം പോലെ. അപ്പോ എന്താണോ സാധാരണ ജീവികളെ ആകർഷിക്കുന്നത് അത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം പോലെ ആയിരിക്കും. എന്താണോ ജ്ഞാനി എപ്പോഴും ചിന്തിക്കുന്നത് അത് സാധാരണ ജീവികളെ സംബന്ധിച്ചിടത്തോളം അന്ധകാരമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. ഇത് ഭഗവാനെ കുറിച്ച് മാത്രമല്ല, ഈശ്വരനെ കുറിച്ച് മാത്രമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും വിഷയം എടുത്തോളൂ. റോക്കറ്റ് സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തിക്ക് നമ്മൾ പറയുമ്പോൾ അന്ധകാരമായിരിക്കും. ഹിന്ദിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, കാല അക്ഷർ ഭേൻസ് ബറാബർ. എന്താ എൻ്റെ അർത്ഥം? വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിക്ക്, വായിക്കാനും എഴുതാനും അറിയാത്ത വ്യക്തിക്ക്, അക്ഷര വിദ്യ ഇല്ലാത്ത വ്യക്തിക്ക്, നിരക്ഷരനായിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അക്ഷരമുണ്ടായാൽ അതിനും പോത്തിനും ഒരു വ്യത്യാസവും ഇല്ല. അല്ലെ? കറുത്ത അക്ഷരം, കറുത്ത പോത്ത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ജ്ഞാനി എല്ലാറ്റിനെയും ഭഗവാനായി കാണുന്നു. സാധാരണ വ്യക്തിക്ക് അത് മനസ്സിലാവില്ല. സാധാരണ വ്യക്തി ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലും തന്നെ കുടുങ്ങിയിരിക്കുന്നു. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കൂടിപ്പോയാൽ അതൊരു സ്വപ്നം പോലെയാണ്. അപ്പോ എന്താണോ ജ്ഞാനിക്ക് പകൽ, അത് മറ്റ് ജീവികൾക്ക് രാത്രി. എന്താണോ മറ്റ് ജീവികൾക്ക് പകൽ, അത് ജ്ഞാനിക്ക് രാത്രിയായിരിക്കുന്നു. പിന്നെ 70ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ആപൂര്യമാനം അചരപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമാ യം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി. യദ്വത്, എങ്ങനെയാണോ, ആപൂര്യമാണം, എല്ലാ ദിക്കിൽ നിന്നും നിറഞ്ഞിരിക്കുന്ന, അചലപ്രതിഷ്ഠം, അനങ്ങാതെ ഇരിക്കുന്ന സമുദ്രം. സമുദ്രം, കടൽ. കോഴിക്കോടിലെ, കേരളത്തിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള കടലാണ്. ഈ കടൽ തീരം, ഇത്രയും ദൈർഘ്യമുള്ള കടൽ തീരം കോഴിക്കോടിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഇന്ത്യയിലും വളരെ സൗന്ദര്യമുള്ള കടൽ തീരമാണ്. അപ്പോൾ ആ കടൽ ആപഹ പ്രവിശന്തി, എങ്ങനെയാണോ നിറഞ്ഞു നിൽക്കുന്ന, അനങ്ങാതിരിക്കുന്ന, എല്ലാ ദിക്കിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തിൽ വെള്ളം കയറുന്നത്. അപ്പോ നിറഞ്ഞു നിൽക്കുന്നു വെച്ചാൽ എന്താണ് അർത്ഥം? നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. അനങ്ങുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അനങ്ങാത്തത് പോലെ തോന്നും. നമുക്ക് ഒരു സമുദ്ര തീരത്തിൽ നിന്ന് സമുദ്രത്തിനെ കണ്ട തിരമാലകൾ കാണുന്നുണ്ട്, പക്ഷെ നടുക്ക് കണ്ട ആ സമുദ്രം അനങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല.
നേരെ മറിച്ച് പുഴയെ കണ്ടാൽ പുഴ ഒഴുകുന്നുണ്ട്, വെള്ളച്ചാട്ടം ചിലപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ചെറുതായിരുന്നു, ചിലപ്പോൾ ഈ ടാപ്പൊക്കെ തുറന്ന് ഇങ്ങനെ വെറുതെ അതുപോലെയുണ്ട്, അല്ലെങ്കിൽ നല്ല വെള്ളച്ചാട്ടം. അതൊക്കെ അവിടെ ഒരു ഒഴുക്കുണ്ട്, പ്രവാഹമുണ്ട്. സമുദ്രത്തിൽ പ്രവാഹമുണ്ടോ? ഉണ്ടോ? പ്രവാഹമുണ്ടോ സമുദ്രത്തിൽ? സമുദ്രം പ്രവഹിക്കുന്നില്ലല്ലോ, അത് അവിടെ തന്നെ നിൽക്കുന്ന പോലെ തോന്നും. അതിന് പ്രവാഹമൊന്നുമില്ല. പക്ഷെ എല്ലാ വെള്ളവും പോയി ചേരുന്നത് എവിടെയാ? സമുദ്രത്തിൽ. സമുദ്രത്തിൽ എങ്ങനെയാണോ അചലമായിരിക്കുന്ന, അനങ്ങാതിരിക്കുന്ന വെച്ചാൽ അങ്ങനെ നമുക്ക് തോന്നുന്ന സമുദ്രത്തിൽ, എല്ലാ ദിക്കിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ആ സമുദ്രത്തിൽ എല്ലാ വെള്ളങ്ങളും പോയി അതിൽ കളർന്നു, ചേരുന്നു, പ്രവേശിക്കുന്നു. തദ്വത് അതേപോലെ സർവേ കാമാഹ എല്ലാ ആഗ്രഹങ്ങളും യം പ്രവിശന്തി ആരിലാണോ പോയി പ്രവേശിക്കുന്നത്, ചേരുന്നത്, സഹ ആ വ്യക്തി ശാന്തി മാപ്നോതി കാമകാമി ന ആ വ്യക്തി പരമ ശാന്തത, അതായത് പരമതത്വത്തിനെ പ്രാപിക്കുന്നു, പരമതത്വത്തിന്റെ ജ്ഞാനത്തെ പ്രാപിക്കുന്നു, പരമതത്വത്തെ പ്രാപിക്കുന്നു, പരമശാന്തതയെ പ്രാപിക്കുന്നു. കാമകാമീന ഒരിക്കലും ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തി അങ്ങനെ പ്രാപിക്കുന്നില്ല. ഇവിടെ പലരും ഉന്നയിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. എന്താണ്? ആഗ്രഹങ്ങളല്ലേ, ആഗ്രഹങ്ങളെ പൂർത്തിയാക്കി അതിനെ അവസാനിപ്പിക്കൂ. വളരെ എളുപ്പമല്ല. അല്ല, ധനമുള്ള ആൾക്കാർക്ക് എളുപ്പമാണ്, അതില്ലെങ്കിലും കുറച്ച് പൈസ കൊടുക്കും അല്ലേ? കാശ്, പണം, മണി അത് വേണം. എന്താ അങ്ങനെയല്ല? കാശ്, പണം, ഡപ്പു, മണി എന്തോ അറിയില്ല, ഇതിലൊരു പാട്ടുണ്ട് തമിഴ്. അപ്പോ അതുണ്ടായെങ്കിൽ അത് ആഗ്രഹം നേടിയെടുത്തോളൂ, അപ്പൊ തന്നെ അത് അവസാനിക്കും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതല്ല പറയുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ ഒരു വ്യക്തി, ഇതിനു മുമ്പ് മുനേഹെ എന്ന് പരാമർശിച്ചല്ലോ, അതായത് 69ാമത്തെ ശ്ലോകത്തിൽ മുനേഹെ എന്ന് പരാമർശിച്ചു. മുനിയുടെ കാര്യത്തിൽ എന്നാണ്. മുനിയെ സംബന്ധിച്ചിടത്തോളം ആ മുനി ആരാണ്? മനസ്സിനെ നിയന്ത്രിച്ച വ്യക്തി, മനസ്സിനെ ജയിച്ച വ്യക്തി. അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം. ഈശ്വര സാക്ഷാത്കാരം പ്രാപിച്ച വ്യക്തി, നേടിയ വ്യക്തി. ആ വ്യക്തിയിൽ എല്ലാ ആഗ്രഹങ്ങളും പോയി ചേരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണോ സമുദ്രത്തിൽ എല്ലാ വെള്ളം, അതായത് പുഴകളും പിന്നെ ഓവുകളും എല്ലാം പോയി സമുദ്രത്തിലാണല്ലോ കളയുന്നത്, അതുപോലെ ഈ വ്യക്തിയിൽ എല്ലാ ആഗ്രഹങ്ങളും പോയി ചേരുന്നു എന്ന് വെച്ചാൽ എന്താണ്? ഈ വ്യക്തി എല്ലാ ആഗ്രഹങ്ങളെയും കണ്ടുകൊണ്ട് അതിൽ കുടുങ്ങാതെ, ആസക്തരാകാതെ സ്വാധീനിക്കപ്പെടുന്നില്ല. അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും, പക്ഷെ അത് ഈ വ്യക്തിയെ തീരെ സ്വാധീനിക്കുന്നില്ല. അപ്പോ ആ വ്യക്തി എപ്പോഴും ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആത്മാരാമോ ഭവതി, അതും ഭഗവത്ഗീതയിലുണ്ട്. ആ വ്യക്തിയുടെ സ്വന്തം സ്വരൂപമായ ആത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്നു, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആത്മതൃപ്ത ഭവതി, ആ വ്യക്തി തന്നിൽ തന്നെ തൃപ്തനായിരിക്കുന്നു. തന്നിൽ എന്ന് പറയുമ്പോൾ ശരീരം, മനസ്സല്ല. ചില ആൾക്ക് പറയും എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ എന്നിൽ തന്നെ തൃപ്തനായിരിക്കുന്നു. ചിലപ്പോൾ കുറച്ച് മദ്യമൊക്കെ കത്തിപ്പോയാൽ ഒരുപാട് തൃപ്തിയാണ്, അതിൻ്റെ മാത്ര കൂടും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വസ്തുക്കൾ, ഇതൊന്നും അതിൻ്റെ ഒന്നും സഹായം നേടാതെ, അതൊന്നും ആശ്രയിക്കാതെ അവനവന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ തന്നെ ലയിച്ചുകൊണ്ട് തൃപ്തനായിരിക്കുന്ന വ്യക്തിക്ക് ആഗ്രഹങ്ങൾ ഒന്നും ചെയ്യില്ല.
ഒന്നും ചെയ്യില്ല. പക്ഷേ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആ പരമശാന്തതയെ നേടാൻ സാധിക്കില്ല എന്നാണ്. ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തി. അതുകൊണ്ട് ഇത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ആഗ്രഹങ്ങളെ നമ്മൾ പൂർത്തിയാക്കിയാൽ പിന്നെ പ്രശ്നമില്ലാന്ന് ഒരുപാട് ആൾക്കാർ ഈ തത്വശാസ്ത്രം ഉന്നയിക്കുന്നു. എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ തത്വശാസ്ത്രം ഉന്നയിക്കുന്നത് എന്താണ്? ആഗ്രഹങ്ങളെ പൂർത്തിയാക്കിയാൽ മനസ്സമാധാനം കിട്ടും. ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലും വരുന്ന യയാതി എന്നുള്ള രാജാവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണം. അപ്പൊ അന്ന് സാങ്കേതിക വിദ്യ ഇന്നത്തെക്കാളും കൂടുതൽ പുരോഗമിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ പ്രായം 5000 വർഷമായിരുന്നു. 2 മക്കളുണ്ടായിരുന്നു, 2 മകൻ. പ്രായം 5000 വർഷം. ഇപ്പോൾ രാജാവ് വൃദ്ധനായി, 5000 വർഷം അടുക്കാറായി, മരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ മൂത്ത മകൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പ്രായം, എൻ്റെ ആയുസ് എനിക്ക് തരണം. അപ്പോൾ അവിടെ എന്തോ അപ്ലോഡ് ഡൗൺലോഡ് എന്തോ നടന്നു. ആ മകൻ ആയുസ് കൊടുത്തു. ആയുസ് കൊടുത്ത പിന്നെ മരിക്കല്ല. അപ്പോൾ രാജാവ് വീണ്ടും ഒരു 5000 വർഷം ജീവിച്ചു. അപ്പോൾ മൊത്തം എത്രയായി? 10000 വർഷം ജീവിച്ചു. ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ, ആഗ്രഹങ്ങൾ ആസ്വദിക്കാൻ, അനുഭവങ്ങൾ ആസ്വദിക്കാൻ അങ്ങനെ ജീവിച്ചു. എന്നിട്ട് മതിയാവുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ മകൻ്റെ അടുത്ത് അവർക്കും 5000, അന്ന് എല്ലാവർക്കും റേഷനായിട്ട് 5000 വർഷം കൊടുക്കുമെന്ന് തോന്നുന്നു. 5000 വർഷം വീണ്ടും ചോദിക്കുന്നു. താന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ഇത് എന്തൊരു അബദ്ധമാണ്. ഒരിക്കലും ഞാൻ ആഗ്രഹങ്ങളെ സാധിച്ചതുകൊണ്ടോ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടോ എനിക്ക് ഇതിൽ നിന്ന് തൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഉദാഹരണം പറയാണ്, എങ്ങനെയാണോ തീയിൽ നെയ്യ് ഒഴിച്ചാൽ തീ കെട്ടുപോകും, തീ കെടില്ലല്ലോ, വളർന്നുകൊണ്ടേയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ കൊടുത്താൽ അത് ഇന്ദ്രിയങ്ങൾക്ക് ഇന്ധനം പോലെയാണ്. ആ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ വളരും എന്ന് മാത്രം, ഒരിക്കലും അത് അവസാനിക്കില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങളെ കുറവാക്കണമെങ്കിൽ അത് നിയന്ത്രണത്തിലൂടെ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്ത, ഇത് ചെയ്യാൻ ക്ഷമ വേണം. ക്ഷമ, ആ ക്ഷമയും ഇത് ചെയ്യാനുള്ള താല്പര്യമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നു, അതൊന്നും ആവശ്യമില്ല, ജീവിച്ചില്ലോ, ഇപ്പൊ എന്തെങ്കിലും നമ്മളിങ്ങനെ അനുഭവിച്ച് പിന്നെ പോകാമെന്ന്. അപ്പൊ അതാണ് അന്ധകാരം. അപ്പൊ എങ്ങനെയാണോ, അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ഒരു ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അന്ധകാരമാണ്, രാത്രിയാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട്. അന്ധകാരം ആവശ്യമില്ല, അതെനിക്ക് ആവശ്യമല്ല. നമുക്ക് എവിടെയാണ് വെളിച്ചം വേണ്ടത്? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വലിയ കാട്ടിലൊക്കെ നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യപ്പെടുന്നുണ്ടോ? കാട്ടിൽ ഒരിക്കലും. കാട്ടിലൂടെ ചിലപ്പോൾ വഴി പോയാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യപ്പെടും. കാരണം എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം എനിക്ക് വിളക്ക് ഉണ്ടായാൽ മതി, വെട്ടമുണ്ടായാൽ മതി. അപ്പോൾ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിക്ക് ഇന്ദ്രിയ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തന്നെ ആവശ്യമില്ല. അതുകൊണ്ട് അത് അന്ധകാരമാണ്. എന്തുകൊണ്ട് ആവശ്യമില്ല? കാരണം ഞാൻ വേറെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഒന്നിനെയും ആശ്രയിക്കാതെ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, തൃപ്തനായിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയും, ഇല്ല, മാമ്പഴം കൊണ്ടാണ് എനിക്ക് തൃപ്തി. ഇപ്പൊ എല്ലാവിടെയും പോയ മാമ്പഴം, അതും തരത്തിലും വിധത്തിലും തരത്തിലും പല രൂപത്തിലും പല ആകാരത്തിലും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ കൊതി തോന്നില്ലേ? അപ്പോ നാളെ ഞാൻ ഒരാളിനെ കണ്ടപ്പോൾ ഒരു പാത്രം മുഴുവൻ മാമ്പഴം വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ വരുന്നത്? പിന്നെ നോക്കാമല്ലോ, ആദ്യം കഴിക്കാൻ. ഞാൻ പിന്നെ ആളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, വെറുതെ ചമ്മൽ തോന്നിപ്പിക്കണ്ട. അപ്പൊ ഈ മാമ്പഴം കഴിച്ചാലാണ് എനിക്ക് ആനന്ദം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഒരു വ്യക്തി 3 മാമ്പഴം കഴിക്കുന്നു,
3 മാമ്പഴം കഴിച്ചിട്ട് മടി തോന്നുമ്പോൾ അല്ലല്ല, മാമ്പഴത്തിലാണല്ലോ നിങ്ങളുടെ സുഖം, അതുകൊണ്ട് ഇനിയൊരു 3 കഴിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിച്ചു പോകും. അപ്പൊ മാമ്പഴത്തിലല്ല ആനന്ദം. പക്ഷെ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, പുറത്തുള്ള വിഷയങ്ങളിലാണ് എൻ്റെ ആനന്ദം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ട് എനിക്ക് ആനന്ദമില്ല, ഇതില്ലാത്തത് കൊണ്ട് എനിക്ക് ആനന്ദമില്ല, ആ വ്യക്തി ഇല്ലാത്തത് കൊണ്ട് ആനന്ദമില്ല, ഈ വ്യക്തി സംസാരിക്കാത്തത് കൊണ്ട് ആനന്ദമില്ല, ഈ വ്യക്തി സംസാരിക്കുന്നത് കൊണ്ട് ആനന്ദമില്ല എന്ന് വിചാരിക്കും. അതല്ല, നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആനന്ദം ഒന്നിനെയും ആശ്രയിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരിക്കലും ആഗ്രഹങ്ങളെ ആശ്രയിച്ചല്ല ശാന്തമായിരിക്കുന്നത്, ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ടാണ് ശാന്തമായിരിക്കുന്നത്. മോചനത്തിനെ കുറിച്ച്, മുക്തിനെ കുറിച്ച് പറയുമ്പോൾ പറയും ഫ്രീഡം ഓഫ് ദ സെൻസസ്, ഫ്രീഡം ഫ്രം ദ സെൻസസ്. ഞാൻ മുക്തനാകുന്നു, ഇതെല്ലാവരും കൗമാരത്തിൽ തുടങ്ങി ഇപ്പൊ ബാല്യാവസ്ഥയിലും കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും തോന്നുന്നത് എന്താണ്? മറ്റൊരു വ്യക്തി കാരണമാണ് ഞാൻ ബന്ധനത്തിലിരിക്കുന്നതാണ് എല്ലാവർക്കും തോന്നുന്നത്. ഏതോ ഒരു രാജ്യം വേറെ ആൾക്കാർ വന്ന് എന്നെ ഭരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ബന്ധനത്തിൽ. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾ വന്ന് പറയുന്നത് അങ്ങനെയല്ല. ബാഹ്യ കാരണങ്ങൾ കൊണ്ട്, പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടല്ല നമ്മൾ ബദ്ധരായിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ചു മാത്രം എണ്ണമുള്ള ബ്രിട്ടീഷുകാരനെ കൊണ്ട് നിങ്ങളെ എങ്ങനെ ഭരിക്കാൻ സാധിക്കുന്നു? അങ്ങനെയല്ല. ഈ ആനയുടെ മനഃശാസ്ത്രം പോലെയാണ്. ആനേനെ പിടിക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. കൊന്നി എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല, അറിയാം? അവിടെ ഒരു ആനേനെ പിടിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ല? അവിടെ പിടിച്ചിട്ട് വലിയ ഒരു കൂട് പോലെ സ്ഥലത്ത് വെക്കും. അതില് അനങ്ങാനേ പറ്റില്ല, എത്ര വലിയ ആനയാണ്. അവിടെ കുറേ ദിവസം, ചിലപ്പോൾ മാസങ്ങളോളം വെക്കും. എന്നിട്ട് അവിടുന്ന് അനങ്ങാനേ പറ്റില്ല. അപ്പോൾ എപ്പോഴും ആന ശ്രമിച്ചുകൊണ്ടിരിക്കും, ഓരോ മുഹൂർത്തവും ശ്രമിച്ചുകൊണ്ടിരിക്കും. കുറേ ശ്രമിച്ച് അവസാനം തളർന്നു പോകും. എന്നിട്ട് ആനേനെ ഒരുവിധം ഇങ്ങനെ പരിശീലിച്ച് തളർന്നു പോകുമ്പോൾ പിന്നെ പതിയെ അവര് വളരെ സൂക്ഷിച്ച് പാപ്പാന്മാരൊക്കെ ആനേനെ അവിടുന്ന് പുറത്താക്കുമ്പോൾ പിന്നെ വലിയ ചങ്ങലൊക്കെ ഇടും. അപ്പോഴും പിന്നെ അത്ര ശ്രമിക്കില്ല, പക്ഷെ എന്നാലും വലിയ ചങ്ങലയിടും. പിന്നെ അവസാനം അവരിടുന്നത് ചെറിയ ഒരു കയറ് പോലത്തെ സംഭവമാണ്. ഇതൊന്നും ആനയ്ക്കൊരു വിഷയമല്ല, പക്ഷെ ആന ശ്രമിക്കും പോലുമില്ല. കാരണം ഞാൻ ബദ്ധനായിരിക്കുന്നു എന്നുള്ളത് ആഴത്തിൽ ആനയുടെ മനസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? പുറത്തുള്ള കാര്യങ്ങൾ കാരണമാണ് ഞാൻ ബദ്ധനായിരിക്കുന്നത്, അല്ലാതെ ഞാൻ വലിയ ആളാണ്, ഈ ഒരു വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് അല്ല, അങ്ങനെയല്ല. അതെവിടുന്നാ വരുന്നത്? ഭഗവത്ഗീതയിൽ നിന്ന്. അപ്പോ ഒന്നും ആഗ്രഹിക്കാത്ത വ്യക്തി എപ്പോഴും ശാന്തമായി മാത്രമല്ല ആനന്ദത്തിൽ ഇരിക്കുന്നു. ആഗ്രഹിക്കുന്ന വ്യക്തി ദുഃഖത്തിൽ മാത്രമേ ഉണ്ടാവൂ, ഒരിക്കലും ആനന്ദം കിട്ടില്ല. അതുകൊണ്ട് അതിനാൽ എന്ത് ചെയ്യണം? അതാണ് 71-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. വിഹായ കാമാന്യഃ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തിം അധിഗച്ഛതി. യഹ ആരാണോ പുമാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുരുഷൻ എന്നുള്ള തെറ്റായ അർത്ഥം ഉണ്ടാക്കും. പുമാൻ എന്ന് പറഞ്ഞ വ്യക്തി, മനുഷ്യൻ, മനുഷ്യ, ബാലകൻ, പെൺകുട്ടി, എന്തുവേണേലാവും. അപ്പോ ഏതൊരു മനുഷ്യനാണോ സർവാൻ കാമാൻ വിഹായ എല്ലാ ആഗ്രഹങ്ങളെയും
വിഹായ ഉപേക്ഷിച്ചുകൊണ്ട്. ഉപേക്ഷിക്കണം. ചിലപ്പം എൻ്റെ ആഗ്രഹം സന്യസിക്കുന്നതാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ചാൽ പിന്നെ എന്താ 1008 ശ്രീ 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 ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒരു ആശ്രമമാവാം, അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഭക്തന്മാരാവാം, പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നമസ്കാരം പിന്നെ പോയാൽ അത്യാവശ്യം വരുമാനമാവാം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഉപേക്ഷിക്കുന്നത് ശരിക്കും ഉപേക്ഷിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ധാരണയാണ് സ്വാമിജി പോലെ തന്നെയാണ് ഞാനും വലിയ സന്യാസിയാണ്, ഒന്നും വലിയ വ്യത്യാസമില്ല. എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, കാറുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ എല്ലാവരും ഒന്ന് അങ്ങനെ പറഞ്ഞാൽ എല്ലാം ബ്രഹ്മൻ തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ പട്ടിക്കും പൂച്ചയ്ക്കും തേളിനും പാമ്പിനും വ്യത്യാസമുണ്ടല്ലോ, പുറത്തും വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. The goal is to manifest this divinity within by controlling nature, external and internal. എല്ലാവരും അവരുടെ യഥാർത്ഥ സ്വഭാവത്തിൽ ബ്രഹ്മൻ തന്നെയാണ്. പക്ഷെ ഈ സ്വഭാവത്തിൻ്റെ പ്രകാശം, ഇതിൻ്റെ വെളിപാട് ഉണ്ടാവണം, അതില്ല. അതിൻ്റെ അഭിവ്യക്തി ഉണ്ടാവണം, അതില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അതുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യുന്നു? എന്താണ് ഒരു വ്യക്തി ചെയ്യുന്നത്? ഈ മുനി, ഇതിപ്പോ ഒരു തുടർച്ചയാണ് കേട്ടോ. ആദ്യം എങ്ങനെയാണ് ഒരു സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുന്നത്, പെരുമാറുന്നത് എന്ന് അർജുനൻ ചോദിച്ചതിന് മറുപടിയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പല കാര്യങ്ങളും ലക്ഷണങ്ങളും പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും പറയുന്നത്. ഈ ഭഗവത് ദർശനം കിട്ടിയ വ്യക്തി, ആത്മജ്ഞാനം കിട്ടിയ വ്യക്തി എങ്ങനെയാണ് സർവാൻ കാമാൻ വിഹായ, എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ മനസാ വാച കർമ്മണം, മനസ്സിലും ഉപേക്ഷിച്ച്, വാക്കിലൂടെ ഉപേക്ഷിച്ച്, പ്രവർത്തനങ്ങളിലൂടെ ഉപേക്ഷിച്ച്. എനിക്കൊന്നും വേണ്ട. എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹമല്ല. യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഈ ആഗ്രഹങ്ങളിലൊക്കെ ചുരുക്കി 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 അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ പ്രശസ്തിയാണ് ആഗ്രഹം. പ്രശസ്തിയാണ് ആഗ്രഹം, നല്ല പേര്, അതാണ് ആഗ്രഹം. പലരും വിചാരിച്ചിരിക്കുന്നത് അതല്ല, ബാങ്ക് ബാലൻസ് ആണ് ആഗ്രഹം, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഏറ്റവും ഈ രാസശാസ്ത്രത്തിൽ പറയില്ലേ ഡൈല്യൂട്ടഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹം എന്താണ്? നല്ല പേര്, നല്ല പേര് വേണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും വളരെ കോൺസെൻട്രേറ്റഡ് ആയുള്ള രൂപം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ധനമില്ലെങ്കിലും, നിങ്ങളുടെ അടുത്ത് ധനത്തിൻ്റെ ആഗ്രഹമില്ലെങ്കിലും, ലോകബലം വേണമെന്നുള്ള ആഗ്രഹമില്ലെങ്കിലും, ഒരുപാട് അറിവ് നേടണം എന്നുള്ള ആഗ്രഹമില്ലെങ്കിലും, പ്രശസ്തിയുടെ ആഗ്രഹം, പ്രശസ്തിച്ച് എല്ലാവരും എന്നെ അറിയണം, എനിക്ക് 10 മില്യൺ വ്യൂസ് ഉണ്ടാവണം, അങ്ങനെ ആഗ്രഹമില്ലെങ്കിലും എൻ്റെ പേര് നല്ല പേരായിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ അതാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ ഗൃഹസ്ഥ ധർമ്മത്തിന് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല പേര് പാലിക്കണം എന്ന് പല ശാസ്ത്രങ്ങളും പരാമർശിക്കുന്നു. അപ്പോൾ ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. നല്ല പേര് പാലിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റില്ല. അപ്പോൾ ആഗ്രഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? പ്രശസ്തി, നല്ല പേര് വേണമെന്ന് വിചാരിക്കുന്നത്, അതാണ് ആഗ്രഹം. ആരാണോ എൻ്റെ പേര് നന്നായാലും കുഴപ്പമില്ല, ചീത്തയായാലും കുഴപ്പമില്ല എന്ന് സദാ സർവദാ, അതായത് ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തി ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത് എൻ്റെ പേരൊക്കെ മോശമായാലും കുഴപ്പമില്ല, അങ്ങനെയല്ല. സദാ സർവദാ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഭഗവാനിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന, ഭഗവാനോട് സമർപ്പിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സമ്പൂർണമായി ആഗ്രഹമില്ലാത്ത വ്യക്തി. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നിസ്പൃഹ, എപ്പോൾ ആ അവസ്ഥ പ്രാപിക്കാൻ പറ്റും?
തീരെ ആസക്തി ഇല്ലാത്തപ്പോൾ, നിസ്പൃഹ, തീരെ ആസക്തി ഇല്ലാത്ത അവസ്ഥ. നിരഹങ്കാര, അഹങ്കാരം ഉണ്ടാവില്ല. അതായത് എൻ്റേത്, ഞാൻ ചെയ്തത്. അഹങ്കാരം, മമകാരം. മമകാരം വെച്ചാൽ എൻ്റേത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മമകാരം നമ്മുടെ മനസ്സുകളിൽ ഉണർത്തുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ, അല്ലേ? മൊബൈൽ ഫോൺ. അപ്പൊ എൻ്റേത്, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ ഫോൺ, എൻ്റെ വണ്ടി, എൻ്റേത്. പല പ്രാവശ്യം ഈ കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സ്വന്തം ധനം ചെലവാക്കി വീട് വാങ്ങിക്കുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. കണക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടല്ലോ, കടമൊക്കെ എടുത്ത് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ നിബന്ധന എന്താണ്? ഒരു അടവും തെറ്റിയാൽ മുഴുവൻ വീട് അവർ കൊണ്ടുപോകുന്ന വെച്ചാൽ അത് അവർക്ക് കൊടുക്കേണ്ടി വരും. ഒറ്റ അടവ് തെറ്റിയാൽ, ഒരു ഇൻസ്റ്റാൾമെന്റ് തെറ്റിയാൽ. പക്ഷെ എന്തെങ്കിലും വാങ്ങിക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ വീട്. അതുപോലെ പലപ്പോഴും കണക്കിട്ട് നോക്കിയാൽ മനസ്സിലാവും, സ്വന്തം വണ്ടി വെക്കുന്നതിനേക്കാൾ വാടകയ്ക്ക് വിളിച്ചു പോകുന്നതാണ് ബുദ്ധി. പക്ഷെ ആൾക്കാർക്ക് അത് പറ്റില്ല. എന്തുകൊണ്ട്? എൻ്റെ വണ്ടി. മമകാരം, അഹങ്കാരം. ഞാൻ ചെയ്തു. വെള്ളം തിളപ്പിച്ചാലും ഞാനാണ് വെള്ളം തിളപ്പിച്ചത്. റെഡി ടു ഈറ്റ് എന്ന് ഭക്ഷണം ഉണ്ടാവും. അതായത് ഉപ്മ, അതിൽ വെള്ളം, തിളയ്ക്കുന്ന വെള്ളം ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് 8 മിനിറ്റ്, ഈ ഇൻഡിഗോയിലൊക്കെ പോകുമ്പോൾ ഇതാ തരുന്നത്. 8 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന ഉപ്മ, നല്ല ഉപ്മ, നന്നായിണ്ടോ, സ്വാദുണ്ടോ. അതുണ്ടാക്കിയ ആൾക്കാർ പറയും ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പൊ അവർ സ്വാദ് കൂടും. ഞാനാണ് ഉണ്ടാക്കിയത്, അതിലുണ്ടാക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് അഹങ്കാരം, മമകാരം. അപ്പോ നിർമ്മമഹ, നിരഹങ്കാര, രണ്ടുമില്ല. എൻ്റെ എന്നുള്ള ഇതില്ല. നിരഹങ്കാര, നിർമ്മമ, എൻ്റെ എന്നുള്ളതില്ല, ഞാൻ ചെയ്തു എന്നുള്ളതില്ല. ഇത് തന്നെയാണ് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ആമുഖത്തിൽ, അധ്യാസ ഭാഷ്യം എന്നറിയപ്പെടുന്ന ആ ആമുഖത്തിൽ പറയുന്നത്. കർത്തൃത്വബോധ, ഭോക്തൃത്വബോധം. കർത്തൃത്വം, ഭോക്തൃത്വം. ഞാൻ ചെയ്യുന്നു, ഞാൻ കർത്താവാണ് എന്നുള്ള ബോധം. ഞാൻ ഭോക്താവാണ്, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ബോധം. അത് തന്നെയാണ് അഹങ്കാരം, മമകാരം. അപ്പോ നിരഹങ്കാര, നിർമ്മമഃ ചരതി സഹ ശാന്തി മതിഗച്ഛതി. ആരാണോ അങ്ങനെ ചരത്തി എന്ന് വെച്ചാൽ അങ്ങനെ അനങ്ങുന്നു, അങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പൊ എൻ്റെ അർത്ഥം അങ്ങനെ ജീവിക്കുന്നു. എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. ചില ആൾക്കാരുടെ ജീവിതം ചിലപ്പോൾ അങ്ങനെ ആവും. പക്ഷെ അങ്ങനെ അവിടെ നിന്നൊന്നും ആവശ്യമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആരാണോ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ക്രമേണ ഒരു ആഗ്രഹമില്ലാതെ ജീവിക്കുന്നത്, ആ വ്യക്തി ശാന്തി അധിഗച്ഛതി. അപ്പൊ ഇതിന് തന്നെ വേറെ അർത്ഥത്തില്, വേറെ രീതിയിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യദൃച്ഛാ ലാഭസന്തുഷ്ട. ആരാണോ നേരെ എന്താണോ അവർക്ക് കിട്ടുന്നത് അതിലും തന്നെ സന്തുഷ്ടരായിരിക്കുന്നുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ജീവിതം നമുക്ക് കാണാം. വിവേകാനന്ദ സ്വാമികൾ ഒരു സാധാരണ രീതിയിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ വ്യക്തിയായിരുന്നില്ല, അവതാര പുരുഷനാണ്. പക്ഷെ ഇതിന്റെ മാതൃകയും നമുക്ക് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ കാണാം. എന്താണ്? ചിലപ്പം കുടിലുകളിൽ താമസിക്കുന്നു, മരത്തിന്റെ ചുവട്ടിൽ താമസിക്കുന്നു, ചിലപ്പം മാളികകളിൽ, കൊട്ടാരത്തിൽ താമസിക്കുന്നു. എല്ലാം അതേ ആൾ തന്നെ, അതേ വ്യക്തി തന്നെ. ചിലപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഭക്ഷണം ഇല്ലാതെ 3 ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പം കഴിക്കാൻ പറ്റാത്ത അളവിന് ഭക്ഷണങ്ങൾ വിളമ്പിയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് രാജാവിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഇത് രണ്ടും ആസക്തനാക്കുന്നില്ല. വിവേകാനന്ദ സ്വാമികളെ ആസക്തനാക്കുന്നില്ല. ഇത് രണ്ടും തന്നെ ഒന്നും തന്നെ സ്വാധീനിക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ
മുക്ത വ്യക്തിയുടെ ലക്ഷണം. അതാണ് യഥാർത്ഥത്തിൽ ശാന്തി നേടാനുള്ളത്. അപ്പൊ ഇത് ആരാണ്, എന്തുകൊണ്ടാണ്? അപ്പൊ പിന്നെ ചോദ്യം വരെ, പിന്നെ എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? പോയിക്കൂടെ? ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാനുമില്ല, ഒന്നും ചെയ്യാനില്ല, അഹങ്കാരമില്ല, മമകാരമില്ല, എന്തിനും ചെയ്യും? പ്രാരബ്ധ കർമ്മമുള്ളതുകൊണ്ട്. അപ്പൊ കർമ്മശാസ്ത്രത്തിൽ പറയും 3 തരത്തിലുള്ള കർമ്മമുണ്ട്. കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? കർമ്മം എന്ന് വെച്ചാൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ചിന്തിക്കുന്നതും കർമ്മമാണ്. പക്ഷെ കർമ്മം എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണ്? കർമ്മഫലത്തിനെയും കർമ്മം എന്ന് പറയും. കർമ്മഫലത്തിനെയും കർമ്മം എന്ന് പറയും. കർമ്മഫലം 3 തരത്തിലുള്ളതാണ്. എന്താണ് ആ 3 തരത്തിലുള്ള കർമ്മഫലം? ഒന്ന്, ജന്മജന്മാന്തരമായി പല ജന്മങ്ങളിലൂടെ നാം ശേഖരിച്ചു വച്ചിരിക്കുന്ന, നാം വരുമാനമാക്കിക്കൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങൾ, അത് സഞ്ചിത കർമ്മം എന്ന് പറയും. അതായത് കർമ്മഫലങ്ങളുടെ ശേഖരം, സഞ്ചിത കർമ്മം. പിന്നെ ഈ തൊട്ടടുത്ത് എടുക്കാൻ പോകുന്ന ജന്മത്തിൽ നാം തീർക്കേണ്ട കർമ്മഫലം, അതിന് ആഗാമി കർമ്മ എന്ന് പറയും. ആഗാമി കർമ്മ അതെങ്ങനെയാണ്? എല്ലാ ജന്മവും നമ്മുടെ അടുത്തുള്ള കർമ്മഫലങ്ങളിലെ അനുസരിച്ചാണ് ജന്മം തീരുമാനമാവുന്നത്. എങ്ങനെയാണോ ആ കർമ്മഫലം അവിടെ ക്ഷയിക്കുക, അവസാനിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ കുറച്ചു കാലത്തിൽ തന്നെ മരിക്കും. 15 വയസ്സൊക്കെ 16 വയസ്സിൽ മരിച്ചു പോകും. അപ്പോൾ പറയും, ഓ എന്തൊരു ചെറിയ പ്രായത്തിൽ മരിച്ചു എന്ന്. അതെനിക്കൊരിക്കലും ഇതിൻ്റെ തത്വശാസ്ത്രം മനസ്സിലായിട്ടില്ല. അപ്പോൾ പ്രായമുള്ള ആൾക്കാർ അത് കുഴപ്പമില്ല, 90 കഴിഞ്ഞിട്ടല്ലേ മരിച്ചത്. മരണം തന്നെയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ചെറിയ പ്രായത്തിൽ പോകുന്നു? കാരണം ആ സാഹചര്യത്തിൽ അവസാനിക്കേണ്ട കർമ്മഫലം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തീർന്നു. വേറെ ഒരു ജന്മത്തിൽ മറ്റേ കർമ്മഫലം ക്ഷയിക്കണം, തീർക്കണം. അപ്പോൾ അതാണ് ആഗാമി കർമ്മ. അതായത് തൊട്ട് അടുത്ത് വരാൻ പോകുന്ന ജന്മത്തിൽ നാം തീർക്കേണ്ട കർമ്മഫലം. ഈ ജന്മത്തിൽ, നിലവിലുള്ള ജന്മത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്ന കർമ്മഫലത്തിൻ്റെ പേരാണ് പ്രാരബ്ധ കർമ്മം. അപ്പോൾ ഒരു വ്യക്തി ജ്ഞാനിയായാലും ഈ ജന്മത്തിലുള്ള കർമ്മം തീർത്തു കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ശരീരത്തിനെ ത്യജിക്കാൻ പറ്റുന്നത്, ശരീരം തന്നെ പോകും. പിന്നെ ആ വ്യക്തിക്ക് വീണ്ടും വരേണ്ട ആവശ്യമില്ല. ജ്ഞാനം ലഭിച്ച വ്യക്തിയുടെ ആഗാമി കർമ്മവും സഞ്ചിത കർമ്മവും എങ്ങനെയാണോ ഒരു വിത്തിനെ വേവിച്ചാലോ വറുത്താലോ ആ വിത്തിനെ നമ്മൾ വീണ്ടും ഇട്ടാൽ ചെടി മുളയ്ക്കോ? വരില്ലല്ലോ. അതല്ല എപ്പോഴും ഡാൽ കഴിക്കുന്നത്, ഡാൽ അല്ലേ? ഡാൽ കഴിച്ചാൽ, പരിപ്പ് കഴിച്ചാൽ പിന്നെ അതിനെ വേവിച്ച പരിപ്പിനെ ഇട്ടാൽ ചെടി വരില്ല. അല്ലെങ്കിൽ അതിനെ വറുത്താലും ചെടി വരില്ലല്ലോ. അതുപോലെ ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം ഇല്ലാതെ ആകുന്നു ഒരു ആത്മജ്ഞാനിക്ക്. പക്ഷെ പ്രാരബ്ധ കർമ്മം അനുഭവപ്പെടണം. അതുകൊണ്ടാണ് ആ വ്യക്തി അഹങ്കാരമില്ലാത്ത അവസ്ഥയിലും മമകാരമില്ലാത്ത അവസ്ഥയിലും ഇങ്ങനെ ജീവിക്കുന്നത്. ആ പ്രാരബ്ധ കർമ്മമുള്ളവരെ ജീവിക്കണം. പിന്നെ അവസാനത്തെ 2-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ ന ഏനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ അസ്യാം അന്തകാലേപി ബ്രഹ്മ നിർവാണം വൃക്ഷതി. പാർത്ഥ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭഗവത്ഗീതയിൽ അർജുനനെ പല നാമങ്ങളിലൂടെ അഭിസംബോധനം ചെയ്യുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതെന്തുകൊണ്ടാണ് ഒരു നാമം അവിടെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഓരോ അവസ്ഥയിലും ഓരോ നാമമാണ്. പാർത്ഥ എന്ന് വെച്ചാൽ എന്താണ്? പൃഥയുടെ പുത്രൻ. പൃഥ ആരാണ്? കുന്തി എങ്ങനെ പൃഥായി? പൃഥു രാജാവിന്റെ മകളായതുകൊണ്ട് പൃഥായി. അപ്പോൾ എവിടെയൊക്കെ കുറച്ച് ദൗർബല്യം അർജുനന്റെ മനസ്സിൽ വരുന്നോ, ആശങ്കകൾ വരുന്നോ, ഭൂരിപക്ഷം അവിടെയൊക്കെ പാർത്ഥ എന്നുള്ള ഒരു വാക്ക് ആ നാമത്തിലൂടെയാണ് അർജുനനെ ശ്രീകൃഷ്ണൻ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു പാർത്ഥ, അതായത് കുന്തിയുടെ മകനെ, ഏഷാ ബ്രാഹ്മി സ്ഥിതി, ബ്രാഹ്മി ബ്രഹ്മനിൽ
സ്ഥിതി ചെയ്യുന്ന, അതായത് ആരാണോ എപ്പോഴും ബ്രഹ്മനിൽ ലയിച്ചിരിക്കുന്നത്, ഏനാം പ്രാപ്യ, ഇങ്ങനെ ഉള്ള അവസ്ഥ, ഏനാം ഇതിനെ പ്രാപ്യ നേടിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രാപിച്ചതിന് ശേഷം ന വിമുഹ്യതി, ഒരു വ്യക്തിയും മോഹത്തിൽ കുടുങ്ങില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു വ്യക്തിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടി, പിന്നെ ആ വ്യക്തി വീണ്ടും അജ്ഞാനിയായിക്കൂടെ എന്ന് ചോദിക്കും. ബ്രഹ്മജ്ഞാനം കിട്ടി പിന്നെ അജ്ഞാനിയായിക്കൂടെ എന്ന് ചോദിക്കും. അതെങ്ങനെ? അപ്പോൾ ഇവിടെ ഒരു വ്യക്തി വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് വർഷം മുമ്പ്, നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞു എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടി, അത് പക്ഷേ ഇപ്പോൾ വീണ്ടും പോയിന്ന്. ബ്രഹ്മജ്ഞാനം എനിക്ക് കിട്ടിയതാ, പക്ഷെ അത് പോയി ഇപ്പോൾ. ഞാൻ പറഞ്ഞു അതിപ്പോൾ ബ്രഹ്മജ്ഞാനം, അത് സ്വാമിജിക്ക് മനസ്സിലാക്കുന്നില്ല, സ്വാമിജിക്ക് പതിയെ മനസ്സിലാവും. അങ്ങനെ വരും പോവും, അതങ്ങനെയും ബ്രഹ്മജ്ഞാനമുണ്ട്. അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനമില്ല. അതാണ് അവിടെ പറയുന്നത്, ബ്രാഹ്മി സ്ഥിതി പ്രാപ്യ, അതായത് ബ്രാഹ്മി സ്ഥിതി പ്രാപ്യ, ആരാണോ ബ്രഹ്മനിൽ ലയിച്ചിരിക്കുന്നത്, അതായത് ബ്രഹ്മജ്ഞാനം പ്രാപിച്ചിരിക്കുന്നത്, അത് പ്രാപിച്ചത് കഴിഞ്ഞിട്ട് ആർക്കും മോഹം വരില്ല. എന്ന് വെച്ചാൽ ആരും ആസക്തരാവില്ല. മോഹം വരില്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവിടെ ഒരു ബ്രഹ്മജ്ഞാനി ഞാൻ കണ്ടു, ആ ബ്രഹ്മജ്ഞാനി ആ ചെറിയ കുട്ടിക്ക് എത്രയോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, കണ്ടാൽ തോന്നുന്നുണ്ടല്ലോ ആ കുട്ടി ഇവിടെ പ്രത്യേക വാത്സല്യമാണെന്ന്. അല്ല, അത് യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ആ കുട്ടീനെ പഠിപ്പിക്കുന്ന അടുത്ത മുഹൂർത്തം തന്നെ പറഞ്ഞാലും ചെയ്യും. ഈ കൊച്ചിനെ കുറിച്ച് ചിന്തിക്കില്ല. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും. യഥാർത്ഥ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ പിന്നെ ഗൂഗിളിൽ വെബ്സൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് സ്വയം പറയുന്ന ആൾക്കാരെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ യഥാർത്ഥ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ അതങ്ങനെ നമുക്ക് തോന്നുന്നു മാത്രം. ന വിമുഹ്യതി, ഒരിക്കലും മോഹത്തിൽ കുടുങ്ങില്ല. അന്തകാലേ അപി അസ്യാം സ്ഥിത്വ ബ്രഹ്മനിർവാണം ഋച്ഛതി, അവസാന മുഹൂർത്തം പോലും. ഇതെന്തിനാ അവസാന മുഹൂർത്തം എന്ന് പറഞ്ഞത്? എന്തിനാ അവസാന മുഹൂർത്തം എന്ന് പറഞ്ഞത്? യൗവനത്തിൽ മനസ്സിന് കരുത്തുണ്ടാവും, യൗവനത്തിൽ മനസ്സിന് കരുത്തുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ കരുത്ത് കുറവായി വരും. അപ്പൊ ചില ആൾക്കാർ ഒരുപാട് വിപ്ലവകരമായ വർത്തമാനങ്ങളൊക്കെ യൗവനത്തിൽ പറഞ്ഞെങ്കിലും പിന്നെ വാർദ്ധക്യമൊന്നും പോകണ്ട, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് തന്നെ അതൊക്കെ കുറവാകും. ജോലിയിൽ നിന്ന് വിരമിച്ചതിന് അതൊക്കെ ആ ഊർജമൊക്കെ കുറവാകും. അപ്പൊ ഇങ്ങനെയല്ല, ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ, ആത്മജ്ഞാനം കിട്ടിയാൽ അവസാന നിമിഷം വരെ, കാരണം അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഈ മനസ്സും ശരീരവും ഒക്കെ എല്ലാം ക്ഷീണിച്ചു പോകുന്നുണ്ടല്ലോ, അപ്പോൾ വരെ അന്തകാലേ അപി അവസാന മുഹൂർത്തം വരെ അസ്യാം സ്ഥിത്വ, ഈ ബ്രഹ്മത്തിന്റെ ചിന്തയിൽ ലയിച്ചിരിക്കും. ബ്രഹ്മനിർവാണം ഋച്ഛതി. ഞാനൊരു സ്വാമിജിനെ കണ്ടു. ആ സ്വാമിജി ഞങ്ങളുടെ രാമകൃഷ്ണ മിഷൻ സേവാ പ്രതിഷ്ഠാൻ എന്ന് പറഞ്ഞ് വലിയ ഒരു ഹോസ്പിറ്റലുണ്ട് കൊൽക്കത്തയിൽ, 700 ബെഡുള്ള ഹോസ്പിറ്റൽ. ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സ്വാമിജി ICUവിൽ കിടക്കാണ്. സ്വാമിജിൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ക്ഷീണമാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് സ്വാമിജി അന്തരിച്ചു. അപ്പോൾ സ്വാമിജിയുടെ അടുത്ത് ചോദിക്കുന്നു, സ്വാമിജിക്ക് ബോധമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാമിജിയുടെ അടുത്ത് ഒരാൾ ചോദിക്കും, സ്വാമിജി യഥാർത്ഥം എന്താണ്? ആത്മാവാണ് യഥാർത്ഥം. സ്വാമിജി പറയാം, ആത്മാവാണ് യഥാർത്ഥം, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാമിജിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ സ്വാമിജി പറയുന്നു ആത്മാവാണ്, ഇതൊക്കെ എല്ലാം നശ്വരമാണ്, ലോകം നശ്വരമാണ്. പറയുന്ന പോലും കേൾക്കുന്നില്ല. അത്രയ്ക്കും വളരെ ശബ്ദം തന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്തും പറയുന്നു, ബ്രഹ്മനാണ് സത്യം, ലോകം നശ്വരമാണ്. അതാണ് അന്തകാലേ അപി, അവസാന മുഹൂർത്തം വരെ അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, ബ്രഹ്മനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു.
സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവസാന നിമിഷം വരെ ഇന്ദ്രിയ വിഷയങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യും. അതാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ പറയുന്ന നല്ല രസകരമായ ഒരു ഉദാഹരണം. അന്നൊക്കെ ICU ഇല്ലല്ലോ, ICU ഇല്ല, ഈ ഓക്സിജൻ വെന്റിലേറ്റർ ഇതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അത് എത്രയോ നന്നായിരുന്നു. ഇതിപ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കണം, ഇത് പ്ലഗ് ഊരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെഴുതി കൊടുക്കും? എഴുതി കൊടുക്കുന്ന ആൾ നിന്നെ കൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് അവർ പറയും. അപ്പോൾ അതുകൊണ്ട് അന്ന് അതൊന്നുമില്ല. അപ്പോൾ എന്താണ്, വളരെ മോശമായി വഷളായ അവസ്ഥ എന്ന് മനസ്സിലായാൽ അവരെ കടത്തും. പിന്നെ എല്ലാവരും നാമം ചൊല്ലാൻ തുടങ്ങും, പൂജയൊക്കെ വയ്ക്കും, വിളക്കൊക്കെ വയ്ക്കും. പിന്നെ അവസാനം ആൾക്കാർ കാണാൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന വന്ന് പറയും, നീ നല്ല ആളായിരുന്നില്ല. അത് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രയോത്ര നല്ല ആളായിരുന്നു, അയ്യോ പോകുന്നു കരയും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി കടന്നിരിക്കുകയാണ്, മരണശയ്യ, മൃത്യുശയ്യ എന്ന് പറയും, അതായത് മരണക്കിടപ്പ്, മരിക്കാൻ പോവാം. അപ്പോൾ ആൾ വിളിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ കുറഞ്ഞു പോയല്ലോ, ഒന്നും കേൾക്കില്ല, ഒച്ച കേൾക്കാം, ഇങ്ങനെ വിളിക്കാം, ആംഗ്യം കൊണ്ട് വിളിക്കാം. അപ്പം ഭാര്യ ഓടിപ്പോകും, എന്താ പറയും. ചിലപ്പോൾ ഭാര്യ വിചാരിച്ചെങ്കിൽ എവിടെയെങ്കിലും നീതിയൊക്കെ വെച്ചിട്ട് പറയുമെന്ന്. അതല്ല, എൻ്റെ ഈ തലേൻ്റെ അടുത്ത് ദീപം വെച്ചിട്ടുണ്ട്, എൻ്റെ തിരിയൊന്ന് താഴ്ത്താൻ ഒരുപാട് എണ്ണ ചിലവാകുന്നുണ്ട്. അപ്പൊ അന്തകാലെ അപ്പി, അവസാന മുഹൂർത്തം വരെയും ഇന്ദ്രിയ വിഷയങ്ങളാണ് ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ആത്മജ്ഞാനി എന്ത് ചെയ്യും? അവസാന നിമിഷത്തിലും, വളരെ ദുർബലമായ നിമിഷമാണത്, ആ നിമിഷത്തിലും. വേറൊരു കാര്യമുണ്ട്, ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നു, ക്രതോസ്മര കൃതജ്ഞം സ്മര, ക്രതോസ്മര കൃതജ്ഞം സ്മര. അതായത് അവസാന നിമിഷമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഒക്കെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ അത് പലരും അത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചു. അതായത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നില്ലേ, മരിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ മരിച്ചില്ല. അപ്പോൾ ഈ ചിന്തകളൊക്കെ വരും, എത്ര അനാശാസ്യങ്ങളും വരും, നല്ല കാര്യങ്ങളും വരും, അത് വരും. പക്ഷെ അത് വന്നാലും, അതാണ് അന്തകാലേപ്പി, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അത് ഈ ബ്രഹ്മജ്ഞാനിക്കും വരും. പക്ഷെ അത് വന്നാലും അതിനെയൊക്കെ ഒരു സാക്ഷി എന്ന പോലെ നോക്കും. അതുകൊണ്ട് തീരെ ചാഞ്ചല്യം ഉണ്ടാവില്ല, ബ്രഹ്മനിൽ സ്ഥിതി ചെയ്യും. അപ്പൊ ഈ ശരീരം പോകുന്നതും കാണുന്നുണ്ടല്ലോ, ശരീരം പോകുന്നു എന്ന് കാണും, ശരീരത്തിനെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് കാണും. അപ്പൊ അവസാന നിമിഷം പോലും സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി, പ്രാപിക്കുന്നു. എന്തിനെ പ്രാപിക്കുന്നു? ബ്രഹ്മനിർവാണം, അതായത് ബ്രഹ്മനിൽ ലയിച്ചു പോകുന്നു. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ഉപനിഷത്ത് പറയുന്നു, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മത്തിനെ അറിയുന്ന വ്യക്തി ബ്രഹ്മൻ തന്നെയാകുന്നു. അതെന്താണ് അതിന്റെ അർത്ഥം? അറിയുന്നതിന് മുമ്പ് ബ്രഹ്മനായിരുന്നില്ല, ബ്രഹ്മൻ തന്നെയാണ് എപ്പോഴും. പക്ഷെ ഞാൻ ബ്രഹ്മനാണെന്ന് തിരിച്ചറിയുന്നു. ഇതിന് ഉദാഹരണം എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പൊ രാധാകൃഷ്ണൻജീന് ആരോ 1000 കോടി രൂപ എഴുതി വെച്ചു, പറയുമ്പോൾ വെറുതെ കുറവാക്കണം, 1000 കോടി രൂപ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ രാധാകൃഷ്ണൻജീനെ അറിയില്ല, കാരണം ആ എഴുതി വെച്ചിരിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല കേട്ടോ, ഇത് മുഴുവൻ സങ്കല്പമാണ്. ഈ സിനിമയിലൊക്കെ പറയില്ല, ഡിസ്ക്ലെയിമർ, എനി റിസംബ്ലൻസ് വിത്ത് എനിബഡി ലിവിങ് ഓർ ഡെഡ് ഇസ് പ്യൂർലി കോയിൻസിഡന്റൽ. നാളെ കിട്ടിയ അറിയില്ല എന്താവുന്നു. അപ്പോൾ അവര് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് വക്കീലിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ വ്യക്തി മരിക്കുമ്പോൾ രാധാകൃഷ്ണൻജീൻ്റെ ഒരു വിളി കിട്ടും, ഞാൻ ഈ വ്യക്തിയുടെ മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ മിസ്സസ് എക്സിയുടെ വക്കീലാണ്, അവർ നിങ്ങൾക്ക് 1000 കോടി രൂപ സമ്പത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ 1000 കോടി രൂപ വെച്ചിരുന്നപ്പോഴും അത് രാധാകൃഷ്ണൻജീന്റെ പേരിൽ തന്നെയായിരുന്നു. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞപ്പോഴും രാധാകൃഷ്ണൻജീന്റെ പേരിൽ തന്നെയാണ്. പക്ഷെ തിരിച്ചറിഞ്ഞു എന്നുള്ളത്, തിരിച്ചറിഞ്ഞാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അതേപോലെ കുറേയൊക്കെ അതേപോലെ ഞാൻ ആത്മാൻ ആണ് എന്ന് ഞാൻ അറിയുന്ന മുമ്പ് ഞാൻ ആത്മൻ തന്നെയായിരുന്നു. ആത്മനല്ലാത്ത ഒന്ന് അല്ല ആകുന്നത്. ഇവിടെ ഒരു
മാറ്റമല്ല സംഭവിക്കുന്നത്. ഞാൻ ബ്രഹ്മനാണ്, ഈ ലോകം മുഴുവൻ നശ്വരമാണ്, അത് യഥാർത്ഥത്തിൽ ബ്രഹ്മനാണ് എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അറിയുമ്പോൾ ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ടാവുന്നില്ല. ആത്യന്തിക ദുഃഖ നിവൃത്തി അത് ഉണ്ടാകുന്നു. അതുകൊണ്ട് ബ്രഹ്മനിർവാണം വൃക്ഷത്തി എന്ന് വെച്ചാൽ ബ്രഹ്മനിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴും ആ ആത്മജ്ഞാനിക്ക് ദുഃഖം ഉണ്ടാവുന്നില്ല. പക്ഷെ ബ്രഹ്മനിർവാണം വൃക്ഷത്തിൽ പിന്നെ ആ വ്യക്തി ജനിക്കുന്നില്ല. പുനരപ്പി ജനനം, പുനരപ്പി മരണം, പുനരപ്പി ജനനി, ജഠരേ ശയനം, ഇതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഓർക്കണം, ഇതാണ് ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയ അധ്യായം. ദ്വിതീയ അധ്യായം, രണ്ടാമത്തെ അധ്യായം. ഒരു വ്യക്തി ഒരു ജോലി ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ലെങ്കിൽ നാം എന്ത് ചെയ്യും? നമ്മൾ പോയി പറയും, ഇതെന്തല്ല ചെയ്യേണ്ടത്, ചെയ്യും, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല ചെയ്യും. യുദ്ധം ചെയ്യുന്നവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇത്രയും വലിയ സൈന്യത്തിനെ കണ്ടിട്ട്, രണ്ട് സൈന്യത്തിനെയും കണ്ടിട്ട് കുഴപ്പത്തിലായ, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് തളർന്നു പോയിരിക്കുന്ന അർജുനന്റെ അടുത്ത് അർജുനന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ആ യഥാർത്ഥ സ്വഭാവത്തിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നും മാത്രമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നന്നാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പൊ ആ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. സാഖ്യയോഗം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ യോഗം. അപ്പോൾ ഭഗവത്ഗീതയിൽ ആദ്യം നാം കണ്ട പോലെ എല്ലാ അധ്യായങ്ങളും ഒരു യോഗമാണ്. 18 അധ്യായങ്ങളുണ്ട്. 18 അധ്യായങ്ങളും ഓരോ യോഗങ്ങളാണ്. ആദ്യം കുഴപ്പത്തിൻ്റെ യോഗം, പിന്നെ അറിവിൻ്റെ യോഗം. കുഴപ്പമുണ്ടായാലേ അറിവ് വരുള്ളൂ. ആദ്യത്തെ അധ്യായം എന്താണ്? വിഷാദ യോഗം. പിന്നെ വരുന്ന സാഖ്യയോഗം, ജ്ഞാനത്തിൻ്റെ അധ്യായം. അപ്പോൾ കുഴപ്പമുണ്ടാവണം. കുഴപ്പമുണ്ടായാലേ അറിവ് വരുള്ളൂ. വെള്ളത്തിൽ ചളി ഉണ്ടായതിനെ നല്ലോണം ഇളക്കിയാലേ അതൊക്കെ എല്ലാം താഴ്ന്നു പോകുള്ളൂ. അപ്പോൾ ആദ്യം കുഴപ്പം. അതുകൊണ്ട് വെറുതെ കുഴപ്പം സൃഷ്ടിക്കാൻ വരണ്ട. ചില ആൾക്കാർ കുഴപ്പമില്ലല്ലോ, ഇത് പത്രപ്രവർത്തകർക്കൊക്കെ ഇതൊരു പരിപാടിയാണ്. എന്തെങ്കിലും ഇങ്ങനെ സെൻസേഷണലിസം, ജേർണലിസം അല്ല, സെൻസേഷണലിസം, അത് വേണ്ട. അപ്പോൾ ഇവിടെ വിഷാദയോഗം കഴിഞ്ഞ് സാഖ്യയോഗം. ഇതി സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായ. ഇങ്ങനെ സാഖ്യയോഗം എന്നുള്ള നാമമുള്ള പേരുള്ള രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇനി അടുത്ത് മൂന്നാമത്തെ അധ്യായമാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണ